അലറണേ? അയ്യേ, നായായിരുന്നോ? എന്റെ ഓർക്ക ഏതൊക്കെ നായ്ക്കളാ ഇല്ലാതാക്കുന്നത്? വണ്ടി ഇവിടെ നിർത്തണം, ചോദിക്കടാ. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ഫ്രണ്ടാണ്. ബ്ലൂ കളർ ഓമനി എന്തെങ്കിലും കണ്ടായിരുന്നു? ശരി ശരി, ഞാൻ നോക്കി. ആ പോടാ. ഈ വഴി ഒരു ബ്ലൂ കളർ ഒമിനി പോകുന്ന കണ്ടോ? ഇല്ല സാർ. എന്തോ? ഇല്ല സാർ. ഇവനെ കണ്ടിട്ടുണ്ടോ? എന്താണ് സെക്യൂരിറ്റി ചേട്ടാ? എന്താ ചേട്ടാ മുഖത്തൊരു വാട്ടം? എനിക്ക് എന്റെ മോനും പ്രശ്ന. എന്ത് പ്രശ്ന? അവൻ ഒഴിച്ചു വെച്ചതേ ഞാൻ എടുത്തു കുടിച്ചു. അതിനവൻ എന്നെ എടുത്തിട്ട് തല്ലി മോനെ. പക്ഷേ എനിക്ക് വന്ന ദേഷ്യത്തിന്. എന്തേ മോനെ എടുത്തിട്ട് ഇടിച്ചോ? അതൊന്നുമല്ല, വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഒച്ചത്ത് കരഞ്ഞുപോയി. എന്റെ ശബ്ദം കേട്ടിട്ട് എന്റെ ഭാര്യ അകത്തുനിന്ന് പുറത്തേക്ക് ഓടി വന്നു. അപ്പൊ ചേച്ചിയുടെ കിട്ടിയിട്ടുണ്ടാവില്ല. എടാ വിവരദോഷി, സംഗതി അറിഞ്ഞപ്പോ കുഞ്ഞിനെ ഒഴിച്ചു വെച്ച സാധനം താൻ എന്തിനെ എടുത്ത് കുടിച്ചെന്ന് ചോദിച്ച് എന്നെ ഇട്ടാക അലക്കി. വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ അകത്ത് ചെന്ന് കെട്ടി തൂക്കി പോനെ. ഇത്രയൊക്കെ ആയിട്ടും വാതില് ചവിട്ടി തുറന്ന് അകത്ത് വന്ന് എനിക്കിട്ട് വീണ്ടും തൂങ്ങിയിട്ടും തല്ലി കിട്ടിയോ? അല്ലടാ, അവള് വാങ്ങിച്ചു വെച്ച പുതിയ സാരിയിലാ ഞാൻ തൂങ്ങിയെന്ന്. ശരി പോട്ടെ ചേട്ടാ, സാരമില്ല. ചേട്ടാ, ഇന്ന മുല്ലപ്പൂ എവിടെ നിൽക്കുന്നത്? മുല്ലപ്പൂവോ? അതാ അവിടെ ഉണ്ടാവും, പോയി നോക്ക്. സമയത്ത് കല്യാണം കഴിക്കാതെ മുല്ലപ്പൂ റോജാപ്പൂ ഒക്കെ അന്വേഷിക്കുന്നു. എക്സ്ക്യൂസ് മീ പൊട്ട സെക്യൂരിറ്റി, ഈ ഫോട്ടോയിലുള്ളവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, ഇവൻ ദേവാസുരത്തിൽ അഭിനയിച്ചവനല്ലേ? ഇവൻ അഭിനയിച്ചിട്ടുണ്ടോ? ദേവാസുരത്തിൽ അഭിനയിച്ചൻ തന്നെ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കേ. ദാറ്റ്സ് ഓൾ. എത്രയാ? അതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ നോക്കാൻ മാത്രല്ല വന്ന. 500 രൂപ. 500 രൂപയോ? ദിവസം ഇവിടെ അല്ലേ നിക്കുക? അതെ. അപ്പോ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാ മതിയോ? എടാ നാരി, ഞാൻ എന്റെ ഇലക്ട്രോണിക് ഷോപ്പാണ് നടത്തുന്നത്. ഇൻസ്റ്റാൾമെന്റ് വേണം പോലും. പോയി പണി നോക്കടോ, പോടോ. ഓ പിന്നെ, നീ പോടി അവിടുന്ന്. ഓൾ ഇന്ത്യ പെർമിറ്റ് നിൽക്കുന്നുണ്ട്, നിർത്ത്. എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിലുള്ളവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നെ നോക്കുന്നോ? അയ്യടാ, നോക്കാൻ പറ്റിയൊരു സാധനം. അത് നീ പറയണ്ട. പായം വെച്ച് നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണം. വണ്ടി എടുക്കാൻ വേഗോ, വണ്ടി എടുക്കണം. വല്ല ലോറിക്കാരന്മാരോട് നോക്കാൻ പറ. ഹലോ, ഞാൻ ഇൻസ്പെക്ടർ സംസാരിക്കുന്നത്. ആ പറയൂ സാർ. എന്തെങ്കിലും വിവരം കിട്ടിയോ? സാർ ഇല്ല സാർ, നിങ്ങൾ എന്ത് ചെയ്യാ? തെരഞ്ഞോണ്ടിരിക്കുകയാണ് സാർ. എന്തെങ്കിലും വിവരം കിട്ടി എന്നെ അറിയിക്കണം. ആ ശരി സാർ, ഓക്കെ സാർ. സാറ് പോസ്റ്റ് ഒട്ടിക്കേ. ഇതിലൊരു ബ്ലൂ കളർ ഒമിനി പോകുന്ന കണ്ടോ? ഇല്ല സാറേ. ഇല്ല, പോയിട്ടില്ല സാർ. ഈ ഫോട്ടോയിലുള്ള എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നന്നായി നോക്ക്. കണ്ടിട്ടില്ല സാർ. കണ്ടാ പറയണം. ആ ശരി സാർ. ഹലോ, ഡോഗ് സ്ക്വാഡിൽ നിന്നും സൈമൻ ആസാ സംസാരിക്കുന്നത്. ആ പറയൂ സൈമൺ. നമ്മുടെ നായക്ക് മണം പിടിക്കാൻ പറ്റുന്നില്ല സാർ. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ശ്രമിച്ചു സാർ. പറ്റുന്നില്ല സാർ. സൈമൺ, വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല സാർ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കൊള്ളു സാർ. ശരി.
ഹലോ, പട്ടിപ്പുലം ബസ് ഡിപ്പോയാണോ? അതെ സാറേ. ഞാൻ ഇൻസ്പെക്ടർ ജയവീരപാണ്ഡ്യനെ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ സാറേ. 8:30 ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് പോയ ബസിന്റെ നമ്പറോ ബസ് ഡ്രൈവറുടെ നമ്പറോ, അതുപോലെ തന്നെ 10:30 ഡിപ്പോയിലേക്ക് വന്ന ബസിന്റെ നമ്പറും ബസ് ഡ്രൈവറുടെ നമ്പറും അർജന്റായി വേണം. ശരി സാറേ. പ്രധാനപ്പെട്ട കാര്യം, ഇമ്മീഡിയറ്റ് ആയി വേണം. ശരി സാറേ. ഞാൻ പറയുന്ന നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്യാമോ? ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. കോൺസ്റ്റബിൾ, ഈ നമ്പറൊക്കെ ഒന്ന് ഡയൽ ചെയ്യും. ഹലോ സാർ, നെറ്റ്വർക്ക് ടീം നിന്ന് കണ്ണനാണ് സംസാരിക്കുന്നത്. ആ പറയൂ കണ്ണൻ. സാർ, പട്ടിപ്പുലത്തിൽ മൊത്തം 3 ടവർ ഉണ്ട്. രണ്ടാമത്തെ ടവറിലാണ് നെറ്റ്വർക്ക് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് കറക്റ്റ് സ്ഥലം മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാർ. ആ ടവറിന് ചുറ്റിനായി 8 ഏരിയ ഉണ്ട്. സാർ അത് നോട്ട് ചെയ്യുന്നുണ്ട് സാർ. ആ ശരി, ആ ഏരിയയുടെ പേരെന്ന് പറയും. ഗാന്ധിനഗർ, ഇന്ദിരാനഗർ, ജവഹർ സ്ട്രീറ്റ് 1 തൊട്ട് 4 വരെ. ഓക്കെ. കുമാർ, ഞാൻ ഇൻസ്പെക്ടർ സംസാരിക്കുന്നു. പറയൂ സാർ. ഞാൻ പറയുന്ന 8 ഏരിയകൾ നോട്ട് ചെയ്തു. ഞാൻ പറയുന്ന ഈ 8 ഏരിയകളിലും 1 മാസം ഒരാഴ്ചയോ അടഞ്ഞു കിടക്കുന്ന ബംഗ്ലാവുകൾ ഏതാണെങ്കിലും നോട്ട് ചെയ്തോളൂ. മാത്രമല്ല, അവിടെയുള്ള റൗഡുകൾ ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് ഇപ്പൊ ആരുടെയൊക്കെ നമ്പറാണ് ആക്ടിവേറ്റ് അല്ലാത്തതെന്ന് നോക്കി അവരെയൊക്കെ അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പെട്ടെന്ന് വേണം. ഓക്കെ സാർ. താങ്ക് യു കുമാർ. ചേട്ടാ നമസ്കാരം. ഇതുവഴി ഏതെങ്കിലും ബ്ലൂ കളർ റൂമിന് പോയോ? സാർ ഇപ്പോഴാ ചോദിച്ചത്. അങ്ങനെ വണ്ടിയൊന്നും വന്നില്ല. പോ. ഡാ, എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു കിലോമീറ്റർ നോക്കിയിട്ട് വന്നാലോ? സാറേ, ഇതൊന്ന് തുറന്ന സാറേ. എടാ, അത് കണ്ടില്ലേ? ആക്സിഡന്റാ. വണ്ടി എടുക്കടാ. അകത്ത് ഉദയുണ്ടോ നോക്കി. വണ്ടി എടുക്കടാ. എല്ലാരും എണീക്കടാ. ഇടിച്ച് ഞാൻ. ഹലോ സാർ, ഞാൻ ഉദയന്റെ ഫ്രണ്ടാണ് സംസാരിക്കുന്നത്. സാറേ, ആ നീല കളർ റൂമിന് ഞാൻ കണ്ടത് അനുസരിക്കില്ലല്ലേ? എന്തിനും പറഞ്ഞവൻ. അവരെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ശരി, വണ്ടി